നമസ്കാരം, എല്ലാവർക്കും എൻ്റെ മറ്റു വ്ലോഗിലേക്ക് സ്വാഗതം. ഇതാണെങ്കിൽ ജൂലൈ മാസം കേട്ടോ. ഇപ്പം നമ്മുടെ ഗുണ്ടൽപേട്ട ആണെന്നുണ്ടെങ്കിൽ പൂക്കളുടെ സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പം അവിടെയാണെന്നുണ്ടെങ്കിൽ സൂര്യാന്തികയുടെ സീസണാട്ടോ. ഇപ്പോൾ സൂര്യാന്തി പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സൂര്യാന്തി പൂക്കളുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഗുണ്ടൽപേട്ട പോവുകയാണ്. പോകുന്ന വഴിയിലാണ്, നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്ക് പോകുന്ന കേട്ടോ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു 75 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പം കനകപ്പുര കഴിഞ്ഞിട്ട് നമ്മളിപ്പം 2 ways മൈസൂർ സൈഡിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ചെറിയൊരു ഗ്രാമമാണ്, ചെറിയ കടയും നല്ല ഫുഡ് കേട്ടോ. നമ്മൾ മസാല ദോശയാണ് കഴിക്കുന്നത്. നമ്മുടെ ബാംഗ്ലൂരൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഒന്നുമില്ല, 50 രൂപയുള്ളൂ കേട്ടോ. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 80 രൂപയൊക്കെയാണ് മേളിൽ മസാല ദോശയ്ക്ക്. നല്ല ടേസ്റ്റി മസാലയാണ്, മസാലയും പറയും. നേരെ ഫ്രണ്ടിൽ കണ്ടോ, നല്ല കണ്ണെത്താ ദൂരം വരെ സ്ട്രെയിറ്റ് റോഡ് കണ്ടോ. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലേഗാലിന് മുമ്പായിട്ടാണ്. ഇവിടുന്ന് കുറച്ച് പോയാൽ നമുക്ക് ശിവനസമുദ്ര എന്ന വാട്ടർഫാളിന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. നമുക്കിനി ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഗുണ്ടൽപേട്ടിലോട്ട് എത്താൻ വേണ്ടി. ഇതാണെന്നുണ്ടെങ്കിൽ പുതിയ റോഡാട്ടോ. പുതിയ റോഡും പുതിയ പാലമൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നേരെ ഫ്രണ്ടിൽ കണ്ടോ, അതാണ് പണ്ടത്തെ റോഡ്. ശിവസമുദ്ര വാട്ടർഫാളൊക്കെ പോകാൻ വേണ്ടി ആ കാണുന്ന പാലത്തെ കൂടെ വേണം പോകാൻ. ഒരേ സമയത്ത് ഒരു വണ്ടിയേ പോവുള്ളൂ. ചെറിയ പാലമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് കാവേരി നദിയാണ്. ഇവിടെ നേരെ കുറച്ചെന്ന് താഴെ ചെല്ലുമ്പോഴാണ് ശിവനസമുദ്ര വാട്ടർഫാൾ കേട്ടോ. ബാരാചുക്കിയും ഗഗനാചുക്കി വാട്ടർഫാളൊക്കെ. അപ്പോൾ നദിയിൽ വെള്ളം കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളം കുറവായിരിക്കും. നമുക്ക് നേരെ മുന്നിലാണെങ്കിൽ ഒരു ചെക്ക് ഡാം കാണാം കേട്ടോ. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. ബോറൂക്ക പവർ കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ മഴ പെയ്ത് നല്ല വെള്ളമുള്ള സമയത്ത് KRS ഡാമൊക്കെ തുറന്ന സമയത്താണെന്നെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ ഫുള്ള് വെള്ളമായിരിക്കും, നിറഞ്ഞ് ഒഴുകുമായിരിക്കും. നല്ല രസം അപ്പോൾ കാണാൻ കേട്ടോ. പിന്നെ നദിയുടെ സൈഡിൽ ഉള്ള കൃഷിത്തോട്ടമാണ് കേട്ടോ ഈ കാണുന്നത്. നേരെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഫുള്ള് ഉഴുത് മറിച്ചിട്ടിരിക്കുവാണ്. അവിടെയാണെങ്കിൽ ഉഴുത് മറിച്ചുകൊണ്ടിരിക്കുവാണ്. നേരെയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്നതൊക്കെ കരിമ്പൻ തോട്ടമാണ്. പിന്നെ അങ്ങ് കണ്ടോ നല്ല ഗോൾഡൻ കളർ നിൽക്കുന്നത് നെല്ലാണെന്നുണ്ടെങ്കിൽ കൊയ്യാറായി നിൽക്കുവാണ്. നല്ല രസമോടെ കാണാൻ. ഇപ്പോൾ ആ കാണുന്ന ട്രാക്ടറിൻ്റെ പുറകെയാണെന്നുണ്ടെങ്കിൽ കുറേ കൊക്കുകളാണെന്നുണ്ടെങ്കിൽ നടപ്പുണ്ട് കേട്ടോ. കുറേ മയിലുകളുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മയിലുകളെല്ലാം കൂടെ ഓടിപ്പോയിട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ആ തൂണയിൽ ഒരു മയിലാണെങ്കിൽ നല്ല സെറ്റപ്പായിട്ട് ഇരിപ്പുണ്ട്. കാളക്കുട്ടന്മാര് നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ കുറേ ദേശാടന പക്ഷികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. 10-30 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഒന്ന് പറന്ന് തുടങ്ങി. അപ്പോഴത്തേക്കും എല്ലാം പറന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാം പറന്ന് അവിടെയാണെന്നുണ്ടെങ്കിൽ പോയിരിക്കുവാണ്. ഇതെല്ലാം ഇരുന്നത് നമ്മുടെ റോഡിൻ്റെ സൈഡിലാട്ടോ. ഈ റോഡിൻ്റെ ഈ സൈഡിലുള്ള ഈ കണ്ടത്തിലാട്ടോ. നല്ല രസം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റൂട്ടാട്ടോ ഈ റോഡ്. മൈസൂർക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഗ്രാമക്കാഴ്ചകളും കൃഷിത്തോട്ടങ്ങളും പിന്നെ ഇങ്ങനത്തെ പക്ഷികളുടെ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും നമുക്ക്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു കാളവണ്ടി പോകുന്നു. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലേകാലം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ കണ്ട ഒരു മരമാട്ടോ. ആ മരത്തിൽ നിറച്ചാണെന്നുണ്ടെങ്കിൽ കിളിക്കൂട്, തൂക്കണാങ്കുരുവിയുടെ കൂടാണ്. അതിൻ്റെ കിളിയാണ് ഈ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. സ്വർണ്ണ കളറിലാണെന്നുണ്ടെങ്കിൽ പാടം ഫുള്ള് കിടക്കുവാണ്. പിന്നെ അവിടെ കുറേ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി കൊയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സൈഡിലാണ് ആ തൂക്കണാങ്കുരുവിയുടെ കൂട് കേട്ടോ.
നമ്മളങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഗുണ്ടൽപേട്ട് എത്തി. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എക്സാക്റ്റായിട്ട് ഗുണ്ടൽപേട്ടിൽ നിന്ന് കോഴിക്കോട് പോകുന്ന റൂട്ടാട്ടോ. അപ്പം ആ റോട്ടിലോട്ട് തിരിഞ്ഞ് ഒരു 2-3 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോന്നു. വന്നപ്പം കണ്ട പൂത്തോട്ടം കേട്ടോ. അപ്പം നമുക്കിവിടെ ബന്ദി കാണാൻ പറ്റും, അതേപോലെ സൂര്യാന്തി പൂക്കളെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ കാണുന്ന ഇത്രയും പൂക്കളുള്ളൂ കേട്ടോ, കാണുന്ന കുറച്ച് ഏരിയ ഉള്ളൂ. അപ്പം നമുക്ക് വേറെ ഏതെങ്കിലും പൂത്തോട്ടം ഉണ്ടോ നോക്കാം. ഇപ്പോൾ എൻട്രി ഫീസ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്കാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും പൂക്കൾ ഉള്ളിടത്ത് 50 രൂപ കൊടുത്ത് കയറുന്നത് നഷ്ടമാണ്. വേറെ പൂക്കളുണ്ടോ നോക്കിയിട്ട് ഒരു 50. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് നമ്മളൊരു ചെറിയൊരു വഴിയിലോട്ട് കയറിയപ്പോൾ കേട്ടോ, ഒരു ഉള്ളിലോട്ടുള്ള വഴിയാണ്. അപ്പം ഉള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞളാന്ന് തോന്നുന്നു കേട്ടോ, വിഷമൊക്കെ അടിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സവോളയാണോ ഉള്ളിയാണോ ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി കുറച്ച് ദൂരം മുന്നോട്ട് പോകാം കേട്ടോ, നേരെയുള്ള വഴിയെ. അപ്പം കുറച്ച് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പം നമ്മുടെ മുന്നിലെ പാടത്താണെന്നുണ്ടെങ്കിൽ കാളകളെ വെച്ചിട്ടാണ് ഇത് ഒഴിവാട്ടോ. നല്ല കാഴ്ച കേട്ടോ. അപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. എല്ലാം ട്രാക്ടറും ട്രില്ലറൊക്കെ വെച്ചിട്ടല്ലേ നിലവിഴുന്നു. പല പാടങ്ങൾ നമ്മൾ കണ്ടു കേട്ടോ, ചെറിയ പാടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സൂര്യാന്തികൾ പാടങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ വഴി കണ്ട തോട്ടത്തിൻ്റെ ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ അവരകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മളിപ്പം തോട്ടത്തിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊട്ടായിട്ടുള്ളൂ കേട്ടോ, ഉണ്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പൂത്ത് നിൽക്കുവാണ്. പിന്നെ നമ്മൾ കയറി വന്ന വഴിക്കുവാണെന്നുണ്ടെങ്കിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ആ സൈഡിൽ കണ്ടോ, അവിടെയാണെങ്കിൽ അതൊക്കെ ഫുള്ള് ചോളമാട്ടോ. ഇത് ഇവിടെ വേറെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉള്ളിയാണോ സബോളയാണോ എന്താണെന്നറിയില്ല, ആ ടൈപ്പ് സാധനമാണ്. നമുക്ക് സൂര്യാന്തി പൂ തോട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാം. വാ. സൂര്യാന്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. നല്ല രസമാണ്.
ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നില്ല. നമ്മൾ വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് പേര് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സൂര്യാന്തി ചെടികളാണെന്നുണ്ടെങ്കിൽ 1 ഏക്കറിലാട്ടോ നിൽക്കുന്നത്. 1 ഏക്കറിലാണ് ഇത്രയും പൂക്കൾ. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൊട്ടായിട്ടേ ഉള്ളൂ. ഒരാഴ്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും അത് പൂവുണ്ടാവും. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബീച്ചനഹള്ളി എന്നാട്ടോ പേര്. കാണുന്ന മല കണ്ടോ, അതിൻ്റെ നേരെ താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയ മലകളുണ്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ കൃഷിത്തോട്ടങ്ങളാട്ടോ, കൃഷിത്തോട്ടങ്ങളും പൂക്കളും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഹിമവത് ഗോപാലസ്വാമി ബെട്ട പോകുന്ന റോട്ടിൽ കുറച്ചുകൂടെ പൂക്കളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഈ പ്രാവശ്യം മഴ കുറവായതുകൊണ്ട് പൂക്കൾ കുറവാട്ടോ. നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നൊക്കെ ആണെങ്കിൽ ക്യാബേജ് ആട്ടോ. ഹിമവത് ഗോപാലസ്വാമി ബെട്ടയാണെന്നുണ്ടെങ്കിൽ ആ കാണുന്ന മലയിലായിട്ട് വരും കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് കാലിക്കറ്റ് സൈഡിൽ നിന്നും വരുന്നവർക്ക് ഗുണ്ടൽപേട്ട് ടൗണിൽ പോവാതെ ഹിമവത് ഗോപാലസ്വാമി ഹിൽസ് എത്താവുന്ന ഒരു ഈസി റൂട്ടാണിത്. ഈ വഴി പോകുന്നവർക്ക് പച്ചക്കറിയും പൂക്കളുടെ പാടങ്ങളും ഗോപാലപുരം ഗ്രാമവും ഒക്കെ കണ്ടുപോവാം. ഇതാണ് ഹിമവത് ഗോപാലസ്വാമി ഹില്ലിലേക്കുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടെ നിന്നും കർണാടക RTC ബസ്സിന് വേണം ഹില്ലിന് മുകളിലുള്ള അമ്പലത്തിലേക്ക് പോകാൻ. ബസ് കയറാൻ വേണ്ടിയുള്ള നീണ്ട ക്യൂ ആണ് ഈ കാണുന്നത്. വരുന്നവർ വീക്കെൻഡ്സ് ഒഴിവാക്കി വന്നാൽ തിരക്കില്ലാതെ യാത്ര ചെയ്യാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാണ്. ചാമരാജപേട്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ പൂക്കളുണ്ട്. നമ്മൾ പോയ വഴി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹിമവത് ഗോപാലസ്വാമി ബെട്ട ഹില്ലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കൊക്കെ പോയി നോക്കി. പക്ഷേ അവിടെയൊന്നും അധികം പൂക്കളില്ല, കുറച്ചേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ പൂക്കൾ. നല്ല രസമാണ് കാണാൻ. ഗുണ്ടൽപേട്ടിലെ സൺഫ്ലവറിൻ്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ട്രാവൽ വീഡിയോസിൽ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസ് കാണാം. ബൈ ബൈ.